സിറ്റി ലൈഫ് ഇതൊക്കെ മാറി ഒന്ന് കാടും നാടും പച്ചപ്പും ഹരിതാപവും അതുപോലെ മാനും മുയലും മയിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇത് വേറെ എവിടെയല്ല, നമ്മളെ അജ്മാനിലാണ് കേട്ടോ. അജ്മാലിലെ സിറ്റി ഫാമിലാണ് ഇതൊക്കെ വരുന്നത്. ഗൂഗിൾ ലൊക്കേഷൻ സിറ്റി ഫാം ഇട്ട് വന്നതിനാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തും. ഫ്രീ എൻട്രി കൂടിയാണ്. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ബേർഡ് ഏവിയറി ആണ്. ഇതിൽ മെയിൻ ആയിട്ട് ലവ് ബേർഡ്സ് ആണെങ്കിലും തത്തയും പ്രാവും കോക്ടെയിലും ജാവാസ്പാരയും ഒക്കെ ഇവിടെ. പക്ഷികളുടെ കളകളാരമൊക്കെ കേട്ട് നമുക്ക് ഈ നടവഴിയിലൂടെ ഒരു ചെറുകാടിന്റെ നടുവിലെന്ന പോലെ പോവാം. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് മീനുകളുള്ള ഒരു ചെറു കുളത്തിനടുത്താണ്. ഇവിടെ കുറേ മീനുകളുണ്ട്. ഒന്നിന്റെയും പേരറിയാത്തത് കാരണം ഞാൻ ഒന്നിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നില്ല. അതിനടുത്തായ കൂട്ടിലേക്ക് കയറിയ ഞങ്ങൾ എത്തിപ്പെട്ടത് താറാക്കൂട്ടങ്ങൾക്കും പ്രാവുകൾക്കും നടുവിലാണ്. ഇവിടെ ഒരു പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ദേശീയ പക്ഷി, അലങ്കാര തൂവലുകളുമായ രാജാവിന്റെ പ്രൗഢിയിലുള്ള അവന്റെ നടത്തണ്ടല്ലോ. അവന്റെ ഇണയായ മയിൽപ്പെണ്ണും തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. രണ്ടും ഒരേ കളർ കുപ്പായം. ഫാം ആവുമ്പോ പിന്നെ പശുക്കളില്ലാതിരിക്കുമോ? ഇവിടെ പശുക്കൾ മാത്രമല്ല, വലിയ വലിയ ജല്ലിക്കെട്ട് കാളകൾ പോലെയുള്ള വലിയ കാളകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്കവാലം പൂവൻ കോഴികൾ. പൂവനല്ല കേട്ടോ, പിട. പൂവനുണ്ട്. എല്ലാവരും സിനിമയിലെടുക്കും. ആടും ആട്ടും കുട്ടികളും, പലതരത്തിലുള്ള ആടുകള്, നീണ്ട രോമമുള്ള ആടുകളൊക്കെ. ലുലുവില് 17 ദിറംസിന് കണ്ട മട്ടാമ്പിളി. ഞങ്ങൾ കണ്ണൂര് മട്ടാമ്പിളി എന്നാണ് പറയാറ്. നിങ്ങൾ എന്താണ് പറയാന്ന് വെച്ചാ കമന്റ് ഇടാൻ മറക്കല്ലേ. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഫാമിന്റെ ഓണർ ഹാബിറ്റേറ്റ് സ്കൂളിന്റെ MD ഷംസുസമാനാണ് കേട്ടോ. ഈ ഒരു പഴം ഉണ്ടല്ലോ, ഈ പഴത്തിന്റെ പേരറിയുന്നവരെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ എന്നും വാങ്ങുന്ന പഴമാണ്, പക്ഷെ പേരറിയില്ല. പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ആക്കും. നമ്മൾ മൊട്ടാമ്പിളി എന്നാണ് കേട്ടോ ഇതിനെ പറയാം. നിങ്ങളെന്താ പറയാന്നറിയില്ല. മലപ്പുറത്തൊക്കെ ചട്ടങ്ങാന്നാ തോന്നുന്നു പറയാം. അപ്പം ഇതിങ്ങനെ ആക്കിയിട്ട് കുറേ സമയം കഴിഞ്ഞാൽ അത് താഴെപ്പോയി. കുറേ സമയം കഴിഞ്ഞാൽ അതിങ്ങനെ ചുക്കി ചുളിയും. അപ്പം ഞങ്ങളതിനെ പറയും വയസ്സത്തിയായിന്ന്. വയസ്സത്തിയാക്കല്ലേ ഞങ്ങളതിനിങ്ങനെ ആക്കിയിട്ട്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. ഇവിടെ കുറേ കറ്റാർവാഴകളുണ്ട്. എനിക്കൊന്നും ഇവിടെ വന്ന എല്ലാവരുടെയും കണ്ണ് ഈ കറ്റാർവാഴയിൽ തന്നെ ആയിരിക്കും. കറ്റാർവാഴ മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് എന്തും വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പാല്, മുട്ട, കോഴി, പച്ചക്കറികൾ, അങ്ങനെ എന്തും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. ഇത് കണ്ടപ്പോഴാണ് വരുമ്പോൾ ഫുട്ബോൾ കൂടി എടുക്കായിരുന്നു എന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ചുറ്റിക്കറങ്ങി കണ്ടപ്പോഴേക്ക് നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഈ വാതിലിനപ്പുറം എത്തുന്നത് ഒരു കൃഷിയിടത്തിലേക്കാണ്. ഇവിടെ ചോളകൃഷിയാണെന്നാണ് നമ്മുടെ കർഷകൻ ആരിഫ് അലി പറഞ്ഞത്. ഇതാണ് ചോളം. ആര് പണ്ട് അട്ടപ്പാടിയിൽ കുറേ സ്ഥലം വാങ്ങി ചോളവും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിരപ്പായി പലതരത്തിലുള്ള പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാബേജും കോളിഫ്ലവറും ചീരയും പച്ചമുളകും വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ എന്തും ഇവിടെ കിട്ടും. ഇത് ഞാൻ ചെമ്പരത്തി ആണെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷെ ഇത് അനാറിന്റെ പൂവായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇവിടെ വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ഒരു ചെറിയ പ്ലേ ഏരിയയും ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മരുഭൂമിയിലെ മരുപ്പച്ചയുടെ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ പറഞ്ഞു പോയതിനു ശേഷമാണ് പോരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. പലതരത്തിലുള്ള ആടുകൾ, ഇത്തിരി കുഞ്ഞൻ വലിയ ആടുകളും ചെറിയ ആടുകളും ജംനാപ്യാരിയും ഒക്കെ. വയസ്സത്തിയാക്കാന്ന് പറഞ്ഞാൽ അവസാനം ഇതേപോലെ ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചുക്കി ചുരുണ്ടിട്ടായിരിക്കും കാണാൻ ഉണ്ടാവുക കേട്ടോ.